ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുറച്ചു മുമ്പ് 12 ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയും അതിന്റെ കീർത്തനം പറഞ്ഞു തരികയും ചെയ്യുകയുണ്ടായി. നിങ്ങളെല്ലാവരും അത് കേട്ടു. അതുപോലെ തന്നെ പലരും അത് വാട്സാപ്പിൽ കൂടി ആവശ്യപ്പെട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്ക് ഈ 12 ശിവലിംഗങ്ങളും ഉണ്ടായതിന്റെ പിന്നിൽ ഓരോരോ ഐതിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് ഇടയ്ക്ക് നോക്കാം. ഇന്നിപ്പോ നമുക്ക് സോമനാഥത്തിന്റെ, സൗരാഷ്ട്രീയ സോമനാഥം എന്നല്ലേ തുടങ്ങുന്നത്, സോമനാഥത്തിന്റെ ഉത്ഭവ കഥ അതെന്താണെന്ന് നോക്കാം. അതിന്റെ വശങ്ങളും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. മറ്റുള്ള വീഡിയോസുകളും ആവശ്യമില്ലാത്തതൊന്നും അയക്കാതിരിക്കണം. കാരണം ഗുരു എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടിയുള്ള ജപവും ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതൊക്കെയും കഴിഞ്ഞാൽ അല്പസമയം കിട്ടുമ്പോഴാണ് നിങ്ങൾക്കൊക്കെയും മറുപടി നൽകുന്നത്. അപ്പോൾ നിങ്ങൾ പറയുവാനുള്ള കാര്യങ്ങൾ ചുരുക്കി പറയുകയോ എഴുതുകയോ ചെയ്യണം. അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അയക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നവ, കുറെ വീഡിയോസ് ചില വ്യക്തികൾ ഇങ്ങനെ അത് നിരന്തരം അയക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഗുരു ചിലപ്പോൾ നോക്കുമ്പോൾ അത്രയും സമയം നഷ്ടമാണ്. ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. ഇവിടെ ആശ്വാസം തേടി വരുന്നവർ ഒത്തിരി പേരുണ്ട്. ഈ അറിയാമല്ലോ, ദർശനം, അങ്ങനെയുള്ള പ്രശസ്തി, ഇതൊന്നും ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ പ്രശ്നങ്ങളോ ആകുലതകളോ ഉള്ളവർ ഇതുവഴി സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ നിന്ന് ചെയ്തു പോരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത വീഡിയോകളോ പാട്ടുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അയക്കുമ്പോൾ അത്രയും സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ളവ, അതുപോലെ നിങ്ങൾ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, നിങ്ങൾ അതൊക്കെ ഇടുന്ന സമയത്ത്, അതിനുവേണ്ടി സമയം കിട്ടുന്ന സമയത്ത് ഓം നമഃ ശിവായ എന്ന് എഴുതി അയക്കും. അതല്ലേ നല്ലത്. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ആ മന്ത്രം വരില്ലേ. പിന്നെ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടെ വായിക്കില്ലേ, അപ്പോഴും ഒരു വട്ടം ആയില്ലേ. പിന്നെ നിങ്ങൾ അയച്ചത് ഗുരുവിന് ലഭിച്ചോ എന്നറിയാൻ വേണ്ടി നോക്കത്തില്ലേ, അപ്പോൾ ഒരു വട്ടം കൂടി ആയില്ലേ. നോക്കൂ, നിങ്ങൾ എത്ര തവണ നമഃ ശിവായയിൽ കൂടി കടന്നുപോയി. അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഇത് പറഞ്ഞേ ഉള്ളൂ. നിങ്ങളതുപോലെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാണ്. നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്, ഗുരുവല്ലോ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് സോമനാഥത്തിന്റെ ഉത്ഭവം പറയാം. സോമം എന്ന് പറഞ്ഞാൽ അറിയാലോ, സോമം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രന്റെ മായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അപ്പോ നമുക്കത് നോക്കാം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോമനാഥം എന്ന് പറയുന്നത്. നമ്മുടെ കീർത്തനത്തിൽ അതാണ് ആദ്യം ഉച്ചരിക്കുന്നത്. ഈ സോമനാഥം ഉത്ഭവം ഉണ്ടാകുന്നത് ദക്ഷ പ്രജാപതിയുടെ കാലത്താണ്. സതി, ദക്ഷൻ, മഹാദേവൻ, ഈ കഥകളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ്. അങ്ങനെ പ്രജാപതി ദക്ഷന് 27 കന്യകമാരുണ്ടായിരുന്നു. ആ 27 കന്യകമാരാണ് 27 നക്ഷത്രങ്ങളായിട്ട് ആകാശത്ത് ഉള്ളത് എന്നും ഒരു കഥയുണ്ട്. അപ്പോൾ ആ 27 നക്ഷത്രങ്ങളെയും കല്യാണം കഴിച്ചിരിക്കുന്നത്, വിവാഹം ചെയ്തിരിക്കുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചന്ദ്രനെ വിവാഹം കഴിച്ചതോടുകൂടി ഈ പറയുന്ന 27 കന്യകമാരും എന്ത് ചെയ്തു? അവരുടെ സൗന്ദര്യം ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ ചന്ദ്രനും എന്ത് സംഭവിച്ചു? ചന്ദ്രനും അതുപോലെ കാന്തി കൂടുകയുണ്ടായി. അങ്ങനെ 27 ഭാര്യമാരിൽ ചന്ദ്രന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ രോഹിണി എന്ന് പറയുന്ന
കന്യകയുടായിരുന്നു. രോഹിണി എന്ന് പറയുന്നത് രോഹിണി എന്ന നക്ഷത്രം. അതുകൊണ്ടാണ് എന്നും ചന്ദ്രനും രോഹിണി നക്ഷത്രത്തിൽ ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ, അതായത് പ്രണയം, സ്നേഹപ്രകടനം, ശ്രീകൃഷ്ണന്റെ നക്ഷത്രം രോഹിണിയായിരുന്നു. അപ്പോൾ അതില് ചന്ദ്രന്റെ ദൃഷ്ടി കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ രോഹിണി നക്ഷത്രം രോഹിണിയല്ലേ എന്നൊക്കെ കള്ളകൃഷ്ണനായിരിക്കും എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ. അത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ ഏറ്റവും ഇഷ്ടം രോഹിണിയോട് മാത്രമായിരുന്നു. അപ്പോൾ രോഹിണിയിലേക്ക് മാത്രമാണ് ചന്ദ്രന്റെ ആ ഒരു ദൃഷ്ടി പതിഞ്ഞിരുന്നത്. ഇത് കാരണം മറ്റുള്ള കന്യകമാർക്ക്, നമുക്ക് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കന്യകയായിട്ട് തന്നെ പഠിക്കാം, മറ്റുള്ള കന്യകമാർക്ക് എന്ത് ചെയ്തു? ഈ സ്നേഹമില്ലാതെ ചന്ദ്രന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടാതെ വന്നു. ഇങ്ങനെ ഇവരെല്ലാവരും കൂടി, ബാക്കി 26 പേരും കൂടി ഒത്തുചേർന്ന് അവരെന്ത് ചെയ്തു? ദക്ഷന്റെ അടുത്തെത്തി പറഞ്ഞു, ഞങ്ങളെ ചന്ദ്രൻ ഗൗനിക്കുന്നില്ല, ഞങ്ങളെ ഭാര്യമാരായി കാണുന്നില്ല, ഞങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. ദക്ഷനുടൻ തന്നെ ചന്ദ്രന്റെ അടുത്ത് എത്തി ശാന്തനായി പറഞ്ഞു, മകനെ കലാനിധി, നീ പവിത്ര കുലത്തിൽ പിറന്നവനല്ലേ? എന്നിട്ടും നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന നിന്റെ ഭാര്യമാരെ ദുഃഖിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും നിനക്ക് ഒരുപോലെയല്ലേ? നീ രോഹിണിയെ മാത്രം കൂടുതൽ ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, അത് പാപമാണ്. ദക്ഷന്റെ ഉപദേശം കേട്ടിട്ട് ഞാനത് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ചന്ദ്രൻ വീണ്ടും തിരിച്ചുപോയി. അതായത് കഥയുടെ അർത്ഥം, ഈ ചന്ദ്രന്റെ പ്രകാശം കൂടി ഈ നക്ഷത്രങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് ചില എനർജികൾ ഉണ്ടാകുന്നത്, ഊർജങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ സമയത്ത് ചന്ദ്രനിൽ നിന്ന് ഉള്ള ഈ പ്രകാശം, ഇതിലാദ്യം പറയുന്നുണ്ട്, ഈ കന്യകമാരെ വിവാഹം കഴിച്ചതിന് ശേഷം ചന്ദ്രൻ കൂടുതൽ കാന്തിമാനാവുകയും അതുപോലെ തന്നെ ഈ കന്യകമാരും കൂടുതൽ ഭംഗിയുള്ളവരായി തീരുകയും ചെയ്തു. ശാസ്ത്രീയമായി നമ്മൾ ഇതിൽ കൂടി നോക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ പ്രകാശം ഈ നക്ഷത്രങ്ങളിലേക്ക് കിട്ടുകയും ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഊർജം ചന്ദ്രനിലേക്ക് ലഭിക്കുമ്പോഴുമാണ് പ്രപഞ്ചത്തിലേക്കുള്ള, അല്ലെങ്കിൽ നിന്നും പ്രകൃതിയിലേക്കുള്ള ചില സ്രോതസ്സുകൾ നല്ല രീതിയിൽ വ്യാപരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയിലേക്ക് അടുക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ജലം മുകളിലേക്ക് കയറുകയും അത് വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമുണ്ട്, ഒരു ഊർജമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു അവസ്ഥ, മറ്റുള്ള നക്ഷത്രങ്ങളിലേക്ക് ചന്ദ്രന്റെ പ്രകാശം എത്തുന്നില്ല. ആദ്യകാലത്താണ് ലോകമുണ്ടാകുന്ന സമയം. മറ്റുള്ള ഈ നക്ഷത്രങ്ങളിൽ നിന്ന് തിരിച്ച് ചന്ദ്രനിലേക്കും കിട്ടുന്നില്ല. അപ്പോൾ കാന്തിയില്ല അവിടെ, ആകെ രോഹിണിക്ക് മാത്രമാണുള്ളത്. അങ്ങനെ രോഹിണിയും ചന്ദ്രനും മാത്രം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ മറ്റുള്ള നക്ഷത്രങ്ങളൊക്കെ ഒന്നുകിൽ അകലെയായിരിക്കാം, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം കിട്ടാത്ത അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ളത് ചന്ദ്രനിലേക്ക് പതിക്കുന്നില്ലായിരിക്കാം. രോഹിണി മാത്രമായിരിക്കാം ഏറ്റവും അടുത്ത് നിന്നിരുന്ന നക്ഷത്രം. ഇത് ശാസ്ത്രീയമായി നോക്കുമ്പോൾ, കഥയിൽ കൂടി നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രൻ എന്തു ചെയ്തു? തിരിച്ചുപോയി. അപ്പോൾ ചന്ദ്രൻ തന്നെ ധിക്കരിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ ദക്ഷ പ്രജാപതിയും മടങ്ങി. എന്നാൽ ചന്ദ്രനാകട്ടെ രോഹിണിയുടെ അപാരമായ സൗന്ദര്യത്തിൽ മോഹിതനാകയാൽ ദക്ഷന്റെ വാക്കുകൾ അനുസരിച്ചില്ല. അങ്ങനെ രോഹിണിയും ചന്ദ്രനും മാത്രമായി ഒരു ജീവിതം എന്ന് ഈ കഥയിൽ പറയുന്നു. അങ്ങനെ ഇവർക്ക് തമ്മിൽ കാന്തി വർദ്ധിച്ചു വന്നു. മറ്റുള്ള അവരുടെ മുന്നിലേക്ക് ചന്ദ്രൻ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഊർജം, പ്രകാശം, സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് അടിച്ച് ആ ചന്ദ്രനിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഊർജം, നിലനിൽപ്പിനാവശ്യമായ ഊർജം, മനുഷ്യരാശിക്ക് നിലനിൽപ്പിനാവശ്യമായ ഊർജം എത്തിയിരുന്നില്ല. അപ്പോൾ ചന്ദ്രൻ വീണ്ടും അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ദക്ഷൻ എന്ത് ചെയ്തു? തന്റെ മറ്റു പുത്രിമാരോടുള്ള ക്രൂരമായ പെരുമാറ്റം അറിഞ്ഞ് ദക്ഷ പ്രജാപതി അത്യന്തം കുപിതനായി വീണ്ടും അദ്ദേഹം ചന്ദ്രനെ സമീപിച്ചു. തന്റെ കോപമടക്കി വേണ്ടത് ഉപദേശിച്ചു. എന്നിട്ട് ചന്ദ്രന്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമില്ല, അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. അപ്പോ ഇന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു എന്നാ പറയുന്നത്. എങ്ങനെയാ? ചന്ദ്ര, ഞാൻ നിന്നെ പലതവണ ഉപദേശിച്ചതാണ് പക്ഷഭേദം കാണിക്കരുതെന്ന്, പക്ഷേ നീ അത് അനുസരിച്ചില്ല. നീ ഇതിന് ശിക്ഷ അനുഭവിക്കണം. അതിനാൽ നീ ഇന്നു മുതൽ ക്ഷയരോഗബാധിതനായി തീരട്ടെ. അത് കേട്ട് ചന്ദ്രൻ ഞെട്ടിപ്പോയി. കാരണം ക്ഷയം ബാധിച്ചു കഴിഞ്ഞാൽ അറിയാലോ,
അധികം താമസിയാതെ ചന്ദ്രൻ ആ രോഗം പിടിപെട്ടു. നമ്മൾ കാണുന്നില്ലേ, ചില ഭാഗത്ത് കറുപ്പും സൂര്യപ്രകാശമേൽക്കാത്ത ഭാഗം കറുപ്പും സൂര്യപ്രകാശമേൽക്കുന്ന ഭാഗം ചന്ദ്രക്കലയുമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ചില സമയത്ത് കറുത്ത ഇതാണ് മുഴുവൻ ഭാഗവും സൂര്യപ്രകാശം ഏൽക്കുന്നില്ല. 14 ദിവസം ചന്ദ്രനിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ല, അത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ലോകമുണ്ടായ സമയത്ത് മുഴുവൻ സമയവും ചന്ദ്രനിൽ സൂര്യപ്രകാശം ലഭിച്ചിരുന്നു, ചന്ദ്രൻ ശോഭിതനായിരുന്നു. അപ്പോൾ നമ്മുടെ മുനിവര്യന്മാർ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ സലിനമയം ചന്ദ്രൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ജലത്തിന്റെ മയത്താൽ ജലത്തിൽ കിടക്കുന്ന ജലത്തിൽ തന്നെ ഉള്ളവനാണ് ചന്ദ്രൻ. അതായത് ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് അന്ന് മുനിവര്യന്മാർ പറഞ്ഞിരുന്നു. ചന്ദ്രന്റെ മറുവശത്ത് ചിലപ്പോൾ വെള്ളമുണ്ടായിരിക്കാം. നമ്മൾ കാണുന്നത് ഒരു വശമാണ്, മറുവശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ വശത്തേക്ക് ചിലപ്പോൾ ജലത്തിന്റെ അംശം കാണാം, നമുക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയുന്ന കഥയിൽ പറയുന്ന പ്രകാരം പൗരാണികമായി ആദ്യകാലത്ത് ഇന്നത്തെ പോലെ 14 ദിവസത്തിൽ ഒരിക്കൽ വരുന്ന ആളല്ല ചന്ദ്രൻ. നമുക്ക് എല്ലാ ദിവസവും നോക്കിയാൽ ചന്ദ്രനെ കാണാൻ കഴിയുന്നൊരു ദിവസങ്ങൾ അന്നുണ്ടായിരുന്നു. അത് ശാസ്ത്രകാരന്മാർ നോക്കട്ടെ, അന്നത്തെ ചന്ദ്രന്റെ രീതിയൊക്കെ അനുസരിച്ച്. അങ്ങനെ എന്ത് ചെയ്തു? ദക്ഷൻ ശപിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ചന്ദ്രൻ ക്ഷീണിതനായി. ഇത് കണ്ട് സകല ദിക്കിൽ നിന്നും ഹാഹാകാരം മുഴങ്ങി. ഈ ഹാഹാകാരം മുഴങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിക്കിൽ നിന്നും, കാരണം ചന്ദ്രന്റെ ചന്ദ്രനില്ലെങ്കിൽ ഇവിടെ സമുദ്രം കാണില്ല. എവിടെയാ നമ്മുടെ ഭൂമിയെ അത് ബാധിക്കും, സമുദ്രത്തെ ബാധിക്കും, ഭൂമിയിലെ ജീവജാലങ്ങളെ ബാധിക്കും. ഭൂമിയുടെ ജീവജാലങ്ങൾക്ക് ചന്ദ്രന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. നിലാവ് ഇവിടുത്തെ വൃക്ഷങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇവിടുത്തെ പ്രകൃതിക്ക് ആവശ്യമുണ്ട്. പക്ഷേ ചന്ദ്രൻ പൂർണ്ണമായി ഇല്ലാതായി. ഇങ്ങനെ ദേവന്മാരും ഋഷികളും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. ചന്ദ്രനെ ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന് ഓർത്ത് അവർ പരിഭ്രാന്തരായി. ഇങ്ങനെ ചന്ദ്രൻ എന്ത് ചെയ്തു? ദിനം പ്രതി ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. ചന്ദ്രൻ തന്റെ ദയനീയാവസ്ഥ മറ്റുള്ള ദേവന്മാരെയും ഋഷികളെയും ധരിപ്പിച്ചു. അതായത് ചന്ദ്രന്റെ ഓരോ ഭാഗം മുതൽ പ്രകാശമില്ലാതെ സൂര്യപ്രകാശം അടിക്കാതെ കറുത്തു പോയി. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉടനെ അവരെല്ലാവരും ചേർന്ന് ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ബ്രഹ്മദേവൻ പ്രകാരം അരുളി ചെയ്തു, ദേവന്മാരെ, മാമുനികളെ, സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, ശാപം തിരിച്ചെടുക്കാനും ആവില്ല. അതിനാൽ ഇനി ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ നമ്മൾ മനുഷ്യരും സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു, അത് ഓർത്തിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തു കടക്കണം. നമുക്കതിൽ നിന്ന് എങ്ങനെ മുക്തി നേടണം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും വിജയങ്ങൾ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങൾ, ബാങ്ക് ലോണ്, കുടിശ്ശിക, കടബാധ്യത, രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കാതെ സംഭവിച്ചു. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് ഇവിടെ പരിഹാരമുണ്ടാകും. നിങ്ങളുടൻ തന്നെ ചന്ദ്രനെയും കൂട്ടി പ്രവാസം എന്ന പുണ്യക്ഷേത്രത്തിൽ പോവുക. അവിടെ ചെന്ന് മൃത്യുഞ്ജയ ജപം ജപിക്കാനാണ് പറയുന്നത്. അവിടെ ചെന്ന് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് എന്ത് ചെയ്യണം? ഭഗവാൻ മഹാദേവനെ പ്രസാദിപ്പിക്കണം. കൂടാതെ ഒരു ശിവലിംഗം സ്ഥാപിച്ച് ചന്ദ്രൻ നിത്യവും തപസ്സനുഷ്ഠിക്കട്ടെ. അപ്പോൾ ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി അദ്ദേഹത്തെ ക്ഷയരോഗത്തിൽ നിന്നും മോചിപ്പിക്കും. ബ്രഹ്മാവിന്റെ ഉപദേശം ദേവന്മാർ ചന്ദ്രനെ അറിയിച്ചു. ഉടൻ എന്ത് ചെയ്തു? ചന്ദ്രൻ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരോടും ഋഷികളോടുമൊപ്പം പുണ്യക്ഷേത്രത്തിലെത്തി. ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഭഗവാൻ ശിവനെ പൂജിച്ചു തുടങ്ങി. 10 കോടി മന്ത്രവും, അതായത് 10 കോടി മന്ത്രവും മൃത്യുഞ്ജയ ധ്യാനവും ചെയ്തുകൊണ്ട് ചന്ദ്രൻ അവിടെ ദൃഢചിത്തനായി തുടർന്നു. അതായത് പിന്നീട് ചന്ദ്രൻ എന്ന് പറയുന്നത് കാരണം ഇത് ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഒരു ഭ്രമണപഥം നിന്നു പോവുകയോ, ഈ പറയുന്ന സോമനാഥം എന്ന് പറയുന്ന പ്രദേശത്ത് അത് അത്രയും ഭാഗത്ത് മാത്രമായിട്ട് അത് നിലകൊള്ളുകയോ അങ്ങനെ എന്തോ ഈ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ 10 കോടി മന്ത്രം എന്ന് പറയുന്നത്. 10 കോടി മന്ത്രം ജപിക്കുക, അതിനനുസരിച്ച് മൃത്യുഞ്ജയ ധ്യാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അനവധി വർഷങ്ങൾ എടുത്തെന്ന് വരാം. അങ്ങനെ നിലകൊണ്ടു. ചന്ദ്രന്റെ ദൃഢഭക്തി കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ
വൃഷധ്വജൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രദേവ, നിനക്ക് മംഗളം ഭവിക്കട്ടെ, എന്താണ് നിന്റെ ആഗ്രഹം, ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് ഭഗവാൻ മഹാദേവൻ പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ ജഗദീശ്വര, ജഗദീശ്വര എന്നാണ് വിളിക്കുന്നത്, ജഗത്തിന്റെ ഈശ്വര, അങ്ങ് ക്ഷയരോഗബാധിതനായി എന്നെ കാണുന്നില്ലേ? ഈ ക്ഷയരോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുമയല്ലേ നമ്മുടെ നാട്ടിൽ ക്ഷയം, അതല്ല ഉദ്ദേശിക്കുന്നത്. ക്ഷയിക്കുക, അതായത് ക്ഷയിച്ച് പോവുക. നമ്മൾ ഒരു വടിയെടുത്തിട്ട് അതിന്റെ ഓരോ ഭാഗമായി നമ്മൾ ഇല്ലാതെ ചെയ്താൽ, ആ വടിയോ നൂലോ എന്തെങ്കിലും എടുത്തിട്ട് അതിന്റെ ഓരോ ഭാഗത്തെ നമ്മൾ കത്തിച്ചാൽ എന്ത് ചെയ്യും? ആ കത്തിക്കുന്ന ഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇല്ലാതായി അങ്ങ് പോകും. അതാണ് ക്ഷയം. ഇവിടെ ക്ഷയരോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുമ എന്നുള്ളതല്ല. അങ്ങനെ ക്ഷയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. അതായത് ചന്ദ്രനിലേക്ക് പ്രകാശമില്ലാതെ ചന്ദ്രന്റെ ഇരുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് പണ്ട് കാലത്തുണ്ടായിരിക്കാം, പ്രകൃതിയിൽ നടന്ന പ്രപഞ്ചത്തിൽ ഉണ്ടായ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ചന്ദ്രൻ പറയുന്നത്, അങ്ങ് കാണുന്നില്ലേ, ഞാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം, അതോടൊപ്പം ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പും നൽകണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ചന്ദ്ര, നിന്റെ ദുഃഖം നാം അറിയുന്നു. ഒരു പക്ഷം നിന്റെ കല ദിനംതോറും ക്ഷയിക്കും, അടുത്ത പക്ഷത്തിൽ ദിവസം തോറും വർദ്ധിച്ചു വരികയും ചെയ്യും. അതായത് നമ്മൾ കാണുന്ന പോലെ ഒരു പക്ഷമാകുമ്പോൾ നമ്മൾ ചന്ദ്രകലയൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ആ പകുതി കറുത്ത ഭാഗം ക്ഷയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത് കഴിയുമ്പോൾ അടുത്ത പക്ഷത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ചന്ദ്രക്കലയിൽ നിന്നിട്ട് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ അത് വലുതായി വന്നിട്ട് പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നു, അടുത്തൊരു പക്ഷത്തിലേക്ക്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയുവാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കഥ പ്രകാരം എല്ലാ സമയത്തും ചന്ദ്രനിൽ ഇരുട്ടായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് ഈ കഥയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കാരണം നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഊർജം കിട്ടുന്നില്ല, സൂര്യന്റെ പ്രകാശം അടിക്കുന്നില്ല, ഭൂമിയിലേക്ക് ചന്ദ്രൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ അത് ഓക്സിജനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വൃക്ഷങ്ങൾ അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടേണ്ട സംവിധാനം, നിലാവിന്റെ ആവശ്യമുണ്ട്, സമുദ്രത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചന്ദ്രനില്ലെങ്കിൽ ഭൂമിയുടെ ഉപഗ്രഹമല്ലേ, വലിയ രീതിയിൽ അത് ബാധിച്ചെന്ന് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അന്നുണ്ടായിരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പക്ഷത്തിൽ അത് അല്പാൽപമായിട്ട് വരികയും പിന്നീട് അടുത്ത പക്ഷത്തിൽ അല്പാൽപമായിട്ട് നിനക്കത് രോഗമുണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇന്നിപ്പോ നമ്മൾ ഈ 14 ദിവസത്തിലൊരിക്കൽ അമ്പിളിയമ്മാവനെ കാണുന്നതും അതിനുശേഷം വീണ്ടും ഒരു 14 ദിവസം കഴിയണം കാത്തിരിക്കാൻ. അത് കഴിഞ്ഞ് ചന്ദ്രക്കലകൾ കാണാറുണ്ട്, കുറച്ചു ഭാഗം മാത്രം കാണും. അതാണ് ക്ഷയം എന്ന് പറയുന്നത്, ഓരോ പക്ഷത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ നോക്കുമ്പോൾ എന്താ, ക്ഷയിച്ചില്ലാതാകുന്നു, വീണ്ടും ക്ഷയിച്ച് ആ ക്ഷയം മാറിയിട്ട് പൂർണ്ണ ചന്ദ്രനിലേക്ക് വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ഇങ്ങനെ നമ്മളിത് ശാസ്ത്രീയമായി നോക്കുമ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുണ്ടായ ഏതോ ഒരു വ്യത്യാസത്തെ, അതല്ലെങ്കിൽ ഏതോ ഒരു മാറ്റത്തെ പൂർണ്ണമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ നമുക്ക് പൂർണ്ണചന്ദ്രനെ കിട്ടുമായിരുന്നു. പക്ഷെ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് എന്തോ ചന്ദ്രന്റെയോ ഭൂമിയുടെയോ ഭ്രമണപഥത്തിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമായിരിക്കണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പകുതിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിലൊരു കഥയാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ആരും സമ്മതിച്ചു തരണമെന്നില്ല, വിശ്വസിക്കണമെന്നൊന്നുമില്ല. നാളെ അത് കണ്ടുപിടിച്ച് ശാസ്ത്രകാരന്മാർ പറയുമ്പോൾ ഇന്ന പോലൊരു ജീവിത ചരിത്രം ചന്ദ്രന് ഉണ്ടായിരുന്നു, പൂർണ്ണമായി നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ചന്ദ്രനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ ഭൂമിയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോൾ ചിലപ്പോൾ ഇത് എല്ലാവർക്കും വിശ്വാസമായിട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തു. അപ്പോൾ ചന്ദ്രൻ ശിവനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. നിരാകാരനായ ഭഗവാൻ ശങ്കരൻ സാകാരനായി ഭവിച്ചു. നിരാകാരനായി നിന്നിരുന്ന ഭഗവാൻ എന്ത് ചെയ്തു? ശങ്കരൻ ആ പ്രദേശത്ത് അവിടെ സാകാരനായി ഭവിക്കുകയും ദേവന്മാരിൽ സന്തുഷ്ടനായ ശംഭു ആ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുന്നതിനും ചന്ദ്രന്റെ കീർത്തി വ്യാപിപ്പിക്കുന്നതിനും എന്ത് ചെയ്തു? അവിടെ ചന്ദ്രന്റെ പേരിൽ ഭഗവാൻ ശങ്കരൻ സോമേശ്വരൻ എന്ന പേരിൽ നിലകൊണ്ടു. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പോൾ സോമേശ്വരൻ എന്ന പേരിൽ നിലകൊണ്ടു. പിന്നീടത് സോമനാഥം എന്ന പേരിൽ ത്രിലോകങ്ങളിലും വിഖ്യാതനായി തീർന്നു. ശിവാനുഗ്രഹത്താൽ ആരോഗ്യവാനായി തീർന്ന ചന്ദ്രൻ മുൻപത്തെ പോലെ തന്നെ ജീവിതചര്യകൾ നിർവഹിച്ചു തുടങ്ങി. അപ്പൊ ആരോഗ്യം ഉണ്ടായെങ്കിലും പഴയ പോലെയൊക്കെ തന്നെയാണ് ജീവിതചര്യ. എന്നാലും വല്ലപ്പോഴും ഒക്കെ പറയുന്ന ഈ 26 കന്യകമാരിലേക്ക് പ്രകാശം ചൊരിയാറുണ്ട്.
അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രന്റെ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞ് വരാറില്ല. അപ്പോൾ സ്ഥിരമായിട്ട് രോഹിണിക്കുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആര് സോമനാഥനെ പൂജിക്കുന്നുവോ അവരുടെ സകല രോഗങ്ങളും മാറി സുഖം പ്രാപിക്കുന്നതാണ്. ചന്ദ്രൻ ശിവപൂജ ചെയ്തതിന്റെ ഫലമായാണ് ക്ഷയരോഗം മാറി കൃതകൃതനായി തീർന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ 3 ലോകങ്ങളുടെയും സ്വാമിയായ മഹേശ്വരൻ ഭൂമണ്ഡലത്തെ പവിത്രമാക്കിക്കൊണ്ട് പ്രഭാത ക്ഷേത്രത്തിൽ പരിലസിക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് സോമേശ്വരലിംഗം ഉണ്ടായത്. അതിനുശേഷം സകല ദേവന്മാരും അവിടെ ചെന്ന് സോമകുണ്ഡം സ്ഥാപിച്ചു. അതിലെപ്പോഴും ബ്രഹ്മാവിന്റെയും ശിവന്റെയും സാന്നിധ്യമുള്ളതായി കണക്കാക്കുന്നു. അതായത് ബ്രഹ്മത്തിന്റെ, നമുക്ക് സൃഷ്ടിയുടെ ഊർജത്തിന്റെയും നമ്മൾ ഇതെല്ലാം സംഹരിക്കുന്ന, ഇതിനെല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാദേവൻ പ്രപഞ്ചപിതാവിന്റെയും സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് ഒരു സങ്കല്പം. ഈ സോമകുണ്ഡത്തിൽ സ്നാനം ചെയ്യുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നതുമാണ്. അപ്പോൾ ചന്ദ്രൻ അവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് മുക്തി നേടിയത് കൊണ്ട് അവിടെ സോമനാഥം എന്ന പേരിൽ ഒരു ശിവലിംഗം ഉണ്ടായി. ഇതാണ് സൗരാഷ്ട്രീയ സോമനാഥം സോമനാഥത്തില് ഉള്ള കഥ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് ആ സ്ഥലം, ആ ശിവലിംഗം. അപ്പോൾ ഇത് പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെയായിട്ട് ബന്ധമുള്ളൊരിടമാണ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്, ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനെ ബാധിച്ച ആ പ്രപഞ്ചത്തിൽ, ആ ഭ്രമണത്തിൽ, ആ നമ്മുടെ ഗാലക്സിയിൽ, ആ ഒരു മിൽക്കി വേയിൽ, ക്ഷീരപഥത്തിൽ, അവിടെ ആ ഒരു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രനെ ബാധിച്ചിരിക്കുന്ന എന്തോ ഒരു പ്രശ്നം, അത് നമുക്ക് ആ ഒരു വിഷയം അവിടെ ആ ഒരു സ്പോട്ടിലാണത് അറിഞ്ഞത്. അവിടെയാണ് ചന്ദ്രൻ നിലകൊണ്ടത്. അവിടെ നിന്നാണ് അവന് ചന്ദ്രന് വീണ്ടും ഒരു മാറ്റമുണ്ടായത്. പ്രകൃതിയും പ്രപഞ്ചവും ഈ കാണുന്ന നമ്മുടെ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഇതെല്ലാം അപ്പോൾ അതിനകത്ത് പെടുന്ന നമ്മുടെ ചന്ദ്രന് അവിടെ ആ ഒരു സ്പോട്ടിലാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ മാത്രം അത് ദർശനമാകുന്ന രീതിയിൽ നിന്നുമാണ് ചന്ദ്രനിലേക്ക് ഈ ഒരു മാറ്റമുണ്ടായത്. അങ്ങനെ ഓരോ പക്ഷത്തിലും ഈ ഓരോ രീതിയിലേക്ക് വരുന്നതും, അങ്ങനെ നമ്മുടെ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചന്ദ്രൻ്റെതായ ആ ഒരു കഴിവ് അവിടെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായത്. സോമനാഥം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു ഏറ്റവും വലിയ പ്രാധാന്യമേറിയ ശിവലിംഗങ്ങളിൽ, ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത്. ഈ കഥ കേട്ടുപോലോ, ഇത് ശാസ്ത്രീയമായി കൂടി ചിന്തിക്കണം. കഥകളെല്ലാം അങ്ങനെയാണ് നമുക്ക് മുനിവര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെ ഇത്തരം കഥകളിൽ കൂടി ഒരിക്കലും ഗുരു പറയുന്നു, അന്ധവിശ്വാസമല്ല നമുക്ക് വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഭഗവാനിലേക്കുള്ള വിശ്വാസവും ശാസ്ത്രബോധത്തിലേക്കുള്ള വിശ്വാസവും കൂടി ഒത്തിണങ്ങുമ്പോഴാണ് ഒരു മനുഷ്യൻ പുരോഗമിക്കുന്നത്. അല്ലാതെ അന്ധമായ വിശ്വാസം ഒന്നുമല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കണ്ടല്ലോ, ഇവിടെ പല അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? ഈ പറയുന്ന പോലെ തന്നെ പലരും പല ധ്യാനങ്ങളും യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറില്ലേ? അവരെയൊന്നും കാണാറില്ലല്ലോ. അവിടെയൊക്കെ വന്ന് അവർ ആ മനുഷ്യരെയൊക്കെ ഒന്ന് എണീപ്പിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ്. വിശ്വാസം വേണം, ദൈവത്തിലും ഭഗവാനിലുമുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ അന്ധവിശ്വാസിയായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതല്ല, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്, അതിൽ കൂടി നമ്മൾ ഭഗവാനിലേക്ക് എത്തുകയാണ്. ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും മഹാദേവനെ അപ്പനായി സ്വീകരിച്ചും പ്രകൃതി മാതാവിനെ അമ്മയായി ഉൾക്കൊണ്ടുകൊണ്ടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. എല്ലാവരെയും ഭഗവാൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ. ഓം സർപ്പധാരി. ഓം ഭസ്മഭൂഷണ. ഓം ഗംഗാധര. ഓം ജടാധര. ഓം ത്രിനേത്ര. ഓം ത്രിശൂലനാഥ. ഓം ഉമാമഹേശ്വര. നമോ നമഃ.